ലാലേട്ടൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ജാസ്മിൻ. അവരുടെ റൂമിൽ ഡ്രസ്സ് ഒന്നും മടക്കി വെക്കാതെ ആ റൂം വൃത്തികേടായി കിടക്കണോണ്ട് ലാലേട്ടൻ പറഞ്ഞു. അപ്പൊ ഈ റൂമിലുള്ളവർ എണീറ്റിക്കാൻ പറഞ്ഞിട്ട് അൻസിബയും ജിൻഡോയും ജാസ്മിനും അപ്പൊ എണീറ്റിക്കുകയും അത് കഴിഞ്ഞിട്ട് അൻസിബ് പറഞ്ഞു എന്റെ അവിടെ ബെഡ്ഷീറ്റ് മാത്രമാണ് കിടക്കുന്നുള്ളൂ, അത് ഞാൻ ചെയ്ത് തെറ്റാണ്, സോറി എന്ന് പറഞ്ഞു. കൂടുതൽ കിടക്കുന്നത് ജാസ്മിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ജാസ്മിന് വളരെയധികം ദേഷ്യം വന്നു. അതെന്താ അൻസിബ മറ്റേ ജിൻഡോടെ കാണുന്നില്ല എന്നാണ് അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നത്. അൻസിബ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതേ കൂടുതൽ എന്നാലും ജാസ്മിന്റെ തന്നെയാണ് അവിടെ കിടക്കുന്നത്, ഭാസ്കർ ഒക്കെ ജാസ്മിന്റെ എന്ന് പറയുന്നുണ്ട്. ജാസ്മിന്റെ തന്നെ ആയിരിക്കും. ജാസ്മിൻ അങ്ങനെ എല്ലാം വലിച്ചു വാരി എറിഞ്ഞ ഒരാളാണ് നമ്മൾ കാണാറുണ്ടല്ലോ. ജിൻഡോനെയും കുറിച്ചുണ്ട്. അല്ലാണ്ട് അപ്പൊ ഇവരെ കളിയാക്കിക്കൊണ്ട് പറയണേ, ഞാൻ വിചാരിച്ചു നിങ്ങൾ വല്ല ആർട്ടും ചെയ്തു വെച്ചേക്കണാണോ എന്നുള്ള രീതിയിൽ ഇവരെ കളിയാക്കി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എന്താണ് ഇത് ഇങ്ങനെ കാണിച്ചിട്ടേക്കണേന്നൊക്കെ ചോദിക്കും. അപ്പൊ ജിൻഡോ സോറി ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ അൻസിബയും പറയും. അപ്പൊ ജാസ്മിൻ പറയും എന്താണ് ലാലേട്ട എന്റെ മാത്രമൊന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുവാണ്. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്തിനാണ് എന്നോട് ദേഷ്യമുള്ള പോലെ കാണിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞൊന്നും അല്ല, എല്ലാവരോടും ഉള്ള രീതി പറഞ്ഞതാണ്, പറയുമ്പോഴത്തേക്കും ദേഷ്യം എന്തിനാണ്, ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞെന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ബെഡ്ഷീറ്റ് മടക്കി വെക്കുക എന്നൊക്കെ ഉള്ളത് ബേസിക് ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരു കാര്യമല്ലേ എന്നൊക്കെ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ദേഷ്യപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. തെറ്റ് ചെയ്തത് അംഗീകരിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ അവിടെ ജാസ്മിനോട് സംസാരിക്കുന്നത്. ജാസ്മിൻ പിന്നെ അറിയാലോ ഒരു തെറ്റും ചെയ്ത് അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ കൂടാതിരുന്നിട്ടും അൻസിബോട് തട്ടിക്കേറിക്കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് അൻസിബിക്ക് ആ ദേഷ്യം ഓൾറെഡി ജാസ്മിനോട് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അൻസിബ നന്നായിട്ട് മൂച്ചിൽ തന്നെ ജാസ്മിനെ പറ്റി അവിടെ സംസാരിച്ചു നിന്ന്. ലാലേട്ടനോടൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് ഈ ജാസ്മിൻ പെരുമാറുന്നത്. എന്ത് പറഞ്ഞാലും ലാലേട്ടൻ ജാസ്മിന് മാത്രമാണ് കുറ്റം പറഞ്ഞതെന്നും പറഞ്ഞ് ഏത് സമയം ഇങ്ങനെ പറയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ലാലേട്ടന് പോലും ഒന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയായി. ജാസ്മിൻ എന്ത് തെറ്റ് ചെയ്താലും അംഗീകരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?